ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും റെഡി ആണോ? നമ്മുടെ ക്ലാസ് നടക്കുന്ന കാര്യം എല്ലാവരും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നോ ഫ്രണ്ട്സിന്? ഹലോ ഹലോ ഹലോ. അപ്പൊ എല്ലാരും എവിടെ? നിങ്ങൾ എല്ലാരും ഫ്രണ്ട്സിന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നോ? നമ്മുടെ ന്യൂക്ലിയയുടെ നീറ്റ് ക്ലാസ് ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ എല്ലാരും റെഡി ആണോ? ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ എല്ലാരും ക്ലാസ് നടക്കുന്ന കാര്യം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നോ മക്കളെ? നമ്മുടെ നീറ്റ് ക്ലാസ് നടക്കുന്ന കാര്യം നിങ്ങൾ എല്ലാരും ആരെങ്കിലും ഷെയർ ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ എല്ലാരും ക്ലാസ് നടക്കുന്ന കാര്യം ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ചാപ്റ്ററിന്റെ പേരാണ് ന്യൂക്ലിയൈ. നമ്മൾ ഓൾറെഡി നിങ്ങൾ +2 ക്ലാസ്സിലൊക്കെ ന്യൂക്ലിയൈ എന്ന് പറഞ്ഞ ക്ലാസ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾ എല്ലാരും പഠിച്ചു കഴിഞ്ഞോ? നമ്മുടെ ന്യൂക്ലിയൈ എന്ന് പറഞ്ഞ ചാപ്റ്റർ എല്ലാരും ഓൾറെഡി പഠിച്ചിട്ടുണ്ടോ? സ്കൂളിൽ പഠിച്ചോ മക്കളെ? ന്യൂക്ലിയൈ എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചോ? എല്ലാരും പെട്ടെന്ന് റിപ്ലൈ തന്നെ. പഠിച്ചിട്ടുണ്ടോ സ്കൂളില്? ആരെങ്കിലും ഒക്കെ ഒന്ന് പറയാ, പഠിച്ചിട്ടുണ്ടോ? ന്യൂക്ലിയൈ എന്ന് പറഞ്ഞ ക്ലാസ് പഠിച്ചോ? യെസ്, പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അടിപൊളി. ഇല്ല, കുറച്ചു പേര് പഠിച്ചിട്ടുണ്ട് അല്ലെ? കുറച്ചു പേര് പഠിച്ചിട്ടില്ല, കുറച്ചു പേരൊക്കെ പഠിച്ചു. ഓക്കെ, ഓക്കെ. പഠിച്ചിട്ടില്ലാത്തവർ എന്ത് ചെയ്യാ മക്കളെ? നിങ്ങൾ എന്ത് ചെയ്യാ? കുറച്ച് ഇക്വേഷൻസ് ഒക്കെ ശ്രദ്ധിക്കുക കേട്ടോ. മിസ് കുറേ വാസ്റ്റ് ആയിട്ട് തിയറി പറയുന്നില്ല, കുറച്ചൊക്കെ പറയാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ ന്യൂക്ലിയൈ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഫസ്റ്റ് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ള കാര്യമാണ്. ഇപ്രാവശ്യം കുറേ ടോപ്പിക് ഡിലീറ്റഡ് ആണ്. ഓക്കെ, നമ്മുടെ NCERT-ന്ന് നിങ്ങൾക്ക് ഇപ്രാവശ്യത്തെ എക്സാമിന് കുറേ ടോപ്പിക് ഡിലീറ്റഡ് ആണ്. പക്ഷേ എന്താണ്, നമുക്ക് നീറ്റ് എക്സാമിന് എല്ലാം വരും അല്ലെ? നീറ്റ് എക്സാമിന് എല്ലാം വരും. അപ്പൊ നമ്മുടെ ഫസ്റ്റ് പഠിക്കേണ്ട കാര്യമാണ് ലോ ഓഫ് റേഡിയോ ആക്റ്റീവ് ഡീകേ. ഓക്കെ, അപ്പൊ ഈ ലോ ഓഫ് റേഡിയോ ആക്റ്റീവ് ഡീകേ എന്താന്ന് പറഞ്ഞാല് നമ്മൾ ഡീകേ പെർ യൂണിറ്റ് ടൈം, അതായത് അക്കോർഡിംഗ് ടു ലോ ഓഫ് റേഡിയോ ആക്റ്റീവ് ഡീകേ ദ നമ്പർ ഓഫ് ന്യൂക്ലിയൈ അണ്ടർഗോയിങ് ഡീകേ പെർ യൂണിറ്റ് ടൈം. അതായത് ഡീകേ പെർ യൂണിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? dN/dt ആണ് അല്ലെ? ഈ dN/dt ഈസ് പ്രപ്പോർഷണൽ ടു നമ്പർ ഓഫ് ന്യൂക്ലിയൈ മാത്രം. ഒരു സാമ്പിളില് അൺഡീക്കേഡ് ആയിട്ടിരിക്കുന്ന ന്യൂക്ലിയൈന്റെ എണ്ണം മാത്രമാണ് റേറ്റ് ഓഫ് ഡീക്കേനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ. ദാറ്റ് ഈസ് റേറ്റ് ഓഫ് ഡീക്കേ dN/dt ഈസ് പ്രപ്പോർഷണൽ ടു n. ഈ നെഗറ്റീവ് സൈൻ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നെഗറ്റീവ് സൈൻ എന്ന് പറഞ്ഞാൽ ടൈം കൂടുന്നതിനനുസരിച്ച് ഡീക്കേ നമ്പർ ഓഫ് ന്യൂക്ലിയൈ കുറഞ്ഞു വരും. ഓക്കെ, അപ്പോൾ -dN/dt പ്രപ്പോർഷണൽ ടു n ആണ് നമ്മുടെ റേറ്റ് ഓഫ് ഡീക്കേ എന്ന് പറഞ്ഞാൽ. റേറ്റ് ഓഫ് ഡീക്കേ is proportional to only number of nuclei എന്നാണ് നമ്മുടെ ലോ ഓഫ് റേഡിയോ ആക്റ്റീവ് ഡീക്കേ എന്ന് പറഞ്ഞാൽ. ക്ലിയർ? ഓക്കെ, ഇനി നമ്പർ ഓഫ് ന്യൂക്ലിയൈ ലെഫ്റ്റ് അൺഡീക്കേഡിന്റെ സാമ്പിളിന്റെ ഇക്വേഷൻ ആണ് n is equal to n0 e raised to minus lambda t. നമ്പർ ഓഫ് ന്യൂക്ലിയൈ ലെഫ്റ്റ് അൺഡീക്കേഡിന്റെ സാമ്പിളിന്റെ ഇക്വേഷൻ ആണ് n is equal to n0 e raised to minus lambda t. ഓക്കെ, അപ്പൊ ഈ ലോ ഓഫ് റേഡിയോ ആക്റ്റീവ് ഡീകേ ഒക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ? ലോ ഓഫ് റേഡിയോ ആക്റ്റീവ് ഡീകേ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടായോ മക്കളെ? പഠിപ്പിച്ചിട്ടുണ്ടോ? ഡിലീറ്റഡ് പോർഷൻസ് ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ സ്കൂളില്? ഉണ്ടോ? ലോ ഓഫ് റേഡിയോ ആക്റ്റീവ് ഡീകേ, ന്യൂക്ലിയർ ഫിഷനും ഫ്യൂഷനും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ സ്കൂളില്? ഉണ്ടോ? ഓക്കെ, എന്തായാലും n is equal to n0 e raised to minus lambda t ആണ്. എപ്പോ? നമ്പർ ഓഫ് ന്യൂക്ലിയൈ ലെഫ്റ്റ് അൺഡീക്കേഡ്. നമ്പർ ഓഫ് ന്യൂക്ലിയൈ ലെഫ്റ്റ് അൺഡീക്കേഡ്. എല്ലാരും ഫോർമുലാസ് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. നമ്പർ ഓഫ് ന്യൂക്ലിയൈ ലെഫ്റ്റ് അൺഡീക്കേഡ് ആണെങ്കിൽ n is equal to n0 e raised to minus lambda t ആണ്. n is the number of nuclei left undecayed, n0 is the initial number of nuclei, e raised to minus lambda t, t is time. Okay? അപ്പോൾ number of nuclei left undecayed after n half life. n half life-ന് ശേഷം undecayed ആയിട്ടിരിക്കുന്ന ന്യൂക്ലിയൈന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ എന്താണ്? n is equal to n0/2 whole raised to n. സ്മോൾ ആൻഡ് ഹാഫ് ലൈഫിന് ശേഷം അൺഡീക്കേഡ് ആയിട്ടിരിക്കുന്ന ന്യൂക്ലിയയുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ N is equal to n0/2 whole raised to n ആണ്. ഇനി റേറ്റ് ഓഫ് ഡീകേ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? റേറ്റ് ഓഫ് ഡീകേ r is equal to r0 e raised to minus lambda t ആണ്. ഓക്കെ മിസ്, ഇപ്രാവശ്യം നമ്മുടെ നീറ്റ് ക്ലാസ് ആയതുകൊണ്ട് തിയറി അധികം പറയുന്നില്ല കേട്ടോ. തിയറി അധികം പറയുന്നില്ല, നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇക്വേഷൻസ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ തിയറി പറയാം. ഓക്കെ,
Okay. Appo rate of decay R is equal to R0 e raised to minus lambda t ആണ്. Okay. Next, half life എന്ന് പറഞ്ഞാൽ എന്താണ്? half life എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കയ്യിൽ N0 number of nuclei ആണുള്ളതെങ്കിൽ, നമ്മുടെ കയ്യിൽ N0 number of nuclei ഉണ്ടെങ്കിൽ അത് N0/2 ആവാൻ എടുക്കുന്ന ടൈം. എൻ്റെ കയ്യിൽ N0 number of undecayed nuclei ഉണ്ട്. ഓക്കെ, undecayed ആയിട്ട് എൻ്റെ കയ്യിൽ N0 number of nuclei ആണ് ഉള്ളതെങ്കിൽ അത് ഡീക്കേ ചെയ്ത് N0/2 ആവാൻ എടുക്കുന്ന ടൈമാണ് ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ ടി ഹാഫ്, അതായത് ഹാഫ് ലൈഫിന്റെ ഇക്വേഷൻ ആണ് ടി ഹാഫ് ഇസ് ഈക്വൽ ടു 0.693 ബൈ ലാംഡ, അല്ലെങ്കിൽ ലാംഡ ഇസ് ഈക്വൽ ടു 0.693 ബൈ ടി ഹാഫ്. ലാംഡ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാംഡ ഇസ് ദി ഡിസ്ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ്. ഓക്കെ, ലാംഡ എന്ന് പറഞ്ഞാൽ ഡിസ്ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് ആണ്. ലാംഡ ഇസ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ ടി ഹാഫ് ആണ്. ഓക്കെ, ക്ലിയർ? ഇനി ആവറേജ് ലൈഫിന്റെ ഇക്വേഷൻ ആണ് ടോ ഇസ് ഈക്വൽ ടു 1 ബൈ ലാംഡ. നമ്മുടെ ഡിസ്ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റിനെയും ആവറേജ് ലൈഫ് ടോനെയും, അല്ലെങ്കിൽ ആവറേജ് ലൈഫ് അല്ലെങ്കിൽ മീൻ ലൈഫ് എന്നൊക്കെ പറയും, ഇതിനെ രണ്ടിനെയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ടോ ഇസ് ഈക്വൽ ടു 1 ബൈ ലാംഡ. ടോ ഇസ് ഈക്വൽ ടു 1 ബൈ ലാംഡ. അപ്പൊ ടോ ഇസ് ഈക്വൽ ടു 1 ബൈ ലാംഡ ആണെങ്കിൽ ടോ ഇസ് ഈക്വൽ ടു എന്ത് വരും? ഇവിടെ നോക്കിക്കേ, ലാംഡ ഇസ് ഈക്വൽ ടു 0.693 ബൈ ടി ഹാഫ്. അപ്പൊ ടി ഹാഫ് ഇസ് ഈക്വൽ ടു 0.693 ബൈ ടി ഹാഫ് ആണെങ്കിൽ നമുക്ക് എന്ത് വരും? 1 ബൈ 0.693 ബൈ ടി ഹാഫ് വരും അല്ലേ? സോ ടോ ഇസ് ഈക്വൽ ടു ടി ഹാഫ് ബൈ 0.693. നമ്മുടെ ഹാഫ് ലൈഫിനെയും ആവറേജ് ലൈഫിനെയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ഇവൻ. ടോ ഇസ് ഈക്വൽ ടു ടി ഹാഫ് ഡിവൈഡഡ് ബൈ 0.693. ഓക്കെ, അപ്പൊ ഇത്രയും ഇക്വേഷൻസ് എല്ലാരും നോട്ട് ഡൗൺ ചെയ്തോ? ചെയ്തോ? ഈ ഇക്വേഷൻസ് സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടായോ? ഇതൊക്കെ ഡിലീറ്റഡ് പോർഷനിലെ ടോപ്പിക് ആണ്. നിങ്ങൾക്ക് ഇതൊക്കെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നോ? ഈ ഇക്വേഷൻസ് അറിയോ എല്ലാവർക്കും? ഈ ഇക്വേഷൻസ് ഒക്കെ എല്ലാവർക്കും ക്ലിയർ ആണോ മക്കളെ? ഓക്കെ, യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the half life of radioactive nuclide is 100 hours. The fraction of original activity that will remain after 150 hours. അപ്പോ the half life of a radioactive nuclide, അതായത് ടി ഹാഫ് എന്ന് പറയുന്നത് എത്രയാണ്? ടി ഹാഫ് എന്ന് പറയുന്നത് 100 ആണ്. The fraction of original activity that will remain after 150 hours, അതായത് ടി എന്ന് പറയുന്നത് എത്രയാണ്? 150 hours ആണ്. ടി എന്ന് പറയുന്നത് 150 ആണ്. ടി ഹാഫ് അല്ലെങ്കിൽ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് എത്രയാണ്? 100 ആണ്. അപ്പൊ നമ്മുടെ ടീനെയും ടോട്ടൽ ടൈം ടീനെയും ടി ഹാഫിനെയും കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ് ടി ഇസ് ഈക്വൽ ടു എൻ ടി ഹാഫ്. ഓക്കെ, അപ്പൊ ടി ഇസ് ഈക്വൽ ടു എൻ ടി ഹാഫ് ആണെങ്കിൽ സ്മോൾ എൻ ഇസ് ഈക്വൽ ടു, നമുക്ക് എന്ത് എഴുതാം? സ്മോൾ എൻ ഇസ് ഈക്വൽ ടു, ഓക്കെ, ടി എന്ന് പറഞ്ഞാൽ എന്താണ്? 150 ഇൻറ്റു n ഇൻറ്റു ടി ഹാഫ് എന്ന് പറഞ്ഞാൽ 100 അല്ലെ? അപ്പൊ n ഇസ് ഈക്വൽ ടു 150 ബൈ 100 ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? n ഇസ് ഈക്വൽ ടു 150 ബൈ 100 ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? n ഇസ് ഈക്വൽ ടു 3/2. n ഇസ് ഈക്വൽ ടു 3/2 എന്ന് കിട്ടിയോ? n ഇസ് ഈക്വൽ ടു 3/2 എന്ന് കിട്ടിയോ മക്കളെ? കിട്ടിയോ? ഇനി നമുക്ക് എന്ത് കാണണം? The fraction of original activity that will remain after 150 hours. That is n is equal to, capital N is equal to n0 into 1/2 raised to n. Number of nuclei remain after n half life എന്ന് പറഞ്ഞാൽ എന്താണ്? n is equal to n0 1/2 whole raised to n ആണ്. ഓക്കെ, അപ്പൊ നോക്കിയേ, ഈ 1/2 raised to n0 into n0 എഴുതാം നമുക്ക്. 1/2 raised to n എന്ന് പറഞ്ഞാൽ എന്താണ്? n is 3/2 അല്ലെ? n എന്ന് പറഞ്ഞാൽ 3/2 ആണ്.
അപ്പോ സ്മോൾ എന്ന് പറഞ്ഞാൽ 3/2 ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? n0 into 1/2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 അല്ലേ? 8 whole raised to half. ഓക്കെ, അപ്പൊ n0 1/2 whole raised to half ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം മക്കളെ? ഇതിനെ 1/√8 എന്ന് എഴുതിക്കൂടെ? 1/√ എഴുതിക്കൂടെ? അതായത് n/n0 is equal to 1/√8 അല്ലേ? 1/√8 ആണെങ്കിൽ 1/2√2 എന്ന് എഴുതാം. 1/2√2 എന്ന് എഴുതാം. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ബി ഈസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഒന്നും കൂടി എല്ലാവരും നോക്കിയേ. The half life of a radioactive nuclide is 100 hours. നമുക്ക് half life തന്നു. ഓക്കെ, half life തന്നു. The fraction of original activity ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. That is n/n0 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. The fraction of original activity that will remain after 150 hour would be. അതായത് നമ്മുടെ ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ, ടോട്ടൽ ടൈം ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ 150 ആണ്. ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ 100 ആണ്. അപ്പൊ ഹാഫ് ലൈഫിനെയും ഈ ഇക്വേഷൻ എല്ലാരും ആലോചിച്ച് വെക്കുക. ഹാഫ് ലൈഫിനെയും ടോട്ടൽ ടൈമിനെയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ആണ് T is equal to NT half. അപ്പൊ അത് വെച്ച് നമ്മൾ n കണ്ടുപിടിച്ചു. അപ്പൊ n/n0 എന്ന് പറയുന്നത് 1/2n ആണെന്ന് നമുക്കറിയാം. അത് വെച്ച് നമ്മൾ എന്ത് ചെയ്തു? നമ്പർ ഓഫ് ന്യൂക്ലിയൈ റിമെയിൻ ആഫ്റ്റർ n ഹാഫ് ലൈഫ് കണ്ടുപിടിച്ചു. നമുക്ക് എന്ത് കിട്ടി? 1/2√2 കിട്ടി. ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? 1/2√2 കിട്ടിയത് വരെ എല്ലാവർക്കും ക്ലിയർ? ഓക്കെ, ഒന്ന് ലൈവ് ചാറ്റ് ഒക്കെ ആക്റ്റീവ് ആക്കും മക്കളെ. ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെന്ന് പറയൂ. ഓക്കെ, അല്ലെങ്കിൽ മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ല പറയൂ. ഓക്കെ, എന്തെങ്കിലുമൊക്കെ പറയൂ. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The half life of a radioactive sample undergoing alpha decay എന്ന് പറയുന്നത് 1.4 into 10⁻⁷ ആണ്. ഓക്കെ, ക്ലിയർ ആണ്. 1.4 into 10⁻17 സെക്കൻഡ് ആണ്. If the number of nuclei in the sample is 2.0 into 10⁻21, the activity of the sample is nearly. അപ്പൊ ആക്ടിവിറ്റി ഓഫ് ദി സാമ്പിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നോക്കേ, the half life of a radioactive sample T half എന്ന് പറയുന്നത് എത്രയാണ്? 1.4 into 10⁻17 ആണ് അല്ലെ? 1.4 into 10⁻17 ആണ്. Number of nuclei in the sample is, number of nuclei in the sample n എന്ന് പറഞ്ഞാൽ എന്താണ്? 2.0 into 10⁻21. Number of nuclei in the sample എന്ന് പറയുന്നത് 2.0 into 10⁻21 ആണ്. Then the activity of the sample is, സാമ്പിളിന്റെ ആക്ടിവിറ്റി ആണ് ക്വസ്റ്റ്യൻ. അപ്പൊ R is equal to lambda n എന്ന് പറഞ്ഞിട്ടൊരു റിലേഷൻ ഉണ്ട്. ഓക്കെ, R is equal to lambda എന്നാണ്. എല്ലാവരും ആലോചിച്ച് വെക്കുക. ഓക്കെ, R is equal to rate of activity, R is equal to lambda into n എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻ ഉണ്ട്, ഒരു റിലേഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ റേറ്റ് ഓഫ് ആക്ടിവിറ്റി ഈസ് പ്രപ്പോർഷണൽ ടു നമ്പർ ഓഫ് അൺഡീക്കേഡ് ന്യൂക്ലിയൈ ആണ്. ദാറ്റ് ഈസ് R proportional to rate of activity proportional to number of undecayed nuclei ആണ്. ഈ പ്രപ്പോർഷണാലിറ്റി സൈനിനെ മാറ്റി നമ്മൾ എന്ത് ചെയ്തു? ലാംഡ എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോഴാണ് നമുക്ക് R is equal to lambda എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻ കിട്ടുക. ഓക്കെ, അപ്പോ R is equal to ലാംഡ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാംഡ എന്ന് പറഞ്ഞാൽ ഇവിടെ ഓൾറെഡി നമുക്ക് T ഹാഫ് തന്നിട്ടുണ്ട്. അപ്പൊ ലാംഡയെ നമ്മൾ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാം? 0.693 divided by lambda എന്ന് പറഞ്ഞാൽ T half ആണ് into capital N into capital. അപ്പോ 0.693 divided by T half എന്ന് പറഞ്ഞാൽ എത്രയാ മക്കളെ? 1.4 into 10⁻17 into n എന്ന് പറഞ്ഞാൽ 2.0 into 10⁻21. 2.0 into 10⁻21. അപ്പൊ നോക്കിയേ, the activity of the sample is nearly. നമുക്ക് പവർ മാത്രമേ തന്നിട്ടുള്ളൂ അല്ലെ? പവർ മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എത്ര പവറിന്റെ ടേംസിലാണെന്ന് മാത്രം എഴുതിയാൽ മതി. അപ്പൊ നമുക്ക് ഇത് ഫുള്ള് സോൾവ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല.
ഇവിടെ 10⁻17 ആണ്, ഇവിടെ 10⁻21 ആണ്. അപ്പൊ 10⁻21 plus 10⁻−17 നമുക്ക് എന്ത് കിട്ടും? 10⁻4 becquerel അല്ലെ? 10⁻4 becquerel എന്നല്ലേ കിട്ടുക? 0.693 divided by 1.4 into 10⁻17 ആണ്. അത് മുകളിലോട്ട് പോകുമ്പോൾ 10⁻21 plus 10⁻−17 കിട്ടും. അപ്പൊ നമുക്ക് 10⁻4 becquerelന്റെ 10⁻4ന്റെ പവറിലാണ് ആൻസർ വരിക അല്ലേ? അല്ലേ? യെസ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ഈസ് ദി റൈറ്റ് ആൻസർ. നമ്മുടെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. കിട്ടിയോ? യെസ് കിട്ടി. ഓക്കെ. ബാക്കി എല്ലാവർക്കും ക്ലിയർ ആണോ? 10⁻4 എങ്ങനെയാണെന്ന് കിട്ടിയെന്ന് ബാക്കി എല്ലാ മക്കൾക്കും ക്ലിയർ ആണോ? കിട്ടി. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The rate of radioactive disintegration at an instant for a radioactive sample of half-life 2.2 into 10⁻9. Half-life എന്ന് പറഞ്ഞാല് half-life T-half എന്ന് പറഞ്ഞാൽ എന്താണ്? Half-life എന്ന് പറഞ്ഞാൽ 2.2 into 10⁻9 ആണ്. 2.2 into 10⁻9 ആണ്. The rate of radioactive disintegration at an instant of radioactive sample of half-life 2.2 into 10⁻9 is 10⁻10. അപ്പോൾ റേറ്റ് ഓഫ് റേഡിയോ ആക്റ്റീവ് ഡിസിൻറ്റഗ്രേഷൻ, അതായത് റേറ്റ് ഓഫ് R എന്ന് പറയുന്നത് എന്താണ്? 10⁻10 ആണ്. റേറ്റ് എന്ന് പറയുന്നത് 10⁻10 ആണ്. The number of radioactive atoms in the sample at that instant. അപ്പൊ R എന്ന് പറഞ്ഞാൽ എന്താണ്? ലാംഡ n ആണ് അല്ലെ? R എന്ന് പറഞ്ഞാല് ലാംഡ n ആണ്. നമുക്ക് ആരെയാണ് വേണ്ടത്? നമുക്ക് n-നെയാണ് വേണ്ടത്. n-നെ മക്കളെ വേണ്ടത്? നമ്പർ ഓഫ് റേഡിയോ ആക്റ്റീവ് ആറ്റംസ് ഇൻ ദാറ്റ് സാമ്പിൾ അറ്റ് ഇൻസ്റ്റന്റ് ആണ് അല്ലേ? 10th ലൈവ് 10th ചാനലിൽ കിട്ടും കേട്ടോ. 10th ലൈവ് എക്സാമിനർ SLC ടൈപ്പ് ചെയ്താൽ മതി, അപ്പൊ കിട്ടും. ഓക്കെ. അപ്പൊ R is equal to lambda into n ആണ്. ഓക്കെ. അപ്പൊ R is equal to lambda into n ആണെങ്കിൽ n എന്ന് പറഞ്ഞാൽ എന്താണ്? n എന്ന് പറഞ്ഞാൽ R by lambda. n എന്ന് പറഞ്ഞാൽ എന്താണ്? R by lambda അല്ലേ? അപ്പൊ R by lambda എന്ന് പറഞ്ഞാൽ R by lambda എന്ന് പറഞ്ഞാൽ എന്താണ്? 0.693 divided by T-half. 0.693 divided by T-half ആണ്. അത് മുകളിൽ പോവും into T-half അല്ലേ? into T-half. അപ്പൊ റേറ്റ് ഓഫ് ആക്ടിവിറ്റി R എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10⁻10 അല്ലേ? R എന്ന് പറഞ്ഞാൽ 10⁻10 ആണ്. ഡിവൈഡഡ് ബൈ 0.693 ഡിവൈഡഡ് ബൈ 0.693 into T-half. T-half എത്രയാണ്? 2.2 into 10⁻9. ഇവിടെ നോക്കിയേ, നമുക്കിത് മൊത്തം സോൾവ് ചെയ്യണോ? ആൻസർ നോക്കിയേ, നമുക്ക് മൊത്തം സോൾവ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എന്തായാലും 3.17 ആയിരിക്കും കിട്ടുക. കാരണം എല്ലാ ഓപ്ഷനിലും 3.17 ആണ്. ഓപ്ഷൻ ഡി. അടിപൊളി. അംന അമീർ. ഓക്കെ, അടിപൊളി. കറക്റ്റ് ആൻസർ. ഓക്കെ. അപ്പൊ നമുക്ക് ഫുള്ളും സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്തായാലും 3.17 ആയിരിക്കും അല്ലെ? പിന്നെ എന്ത് മാത്രം ചെയ്താൽ മതി? 10⁻10 plus 10⁻9 നമുക്കറിയാം 3.17 ആണ് എന്തായാലും ആൻസർ. ഇൻറ്റു 10⁻10 plus 10⁻9 10⁻19. നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ഈസ് ദി റൈറ്റ് ആൻസർ. ക്ലിയർ മക്കളെ? ക്ലിയർ? ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, എല്ലാവർക്കും കിട്ടിയോ? ഓപ്ഷൻ ഡി എന്ന് കിട്ടിയോ? പെട്ടെന്ന് പറഞ്ഞേ. എനർജി എവിടെ? എല്ലാരും ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങിയോ? എത്ര സമയമായി? 9:20 ആവുമ്പത്തേനും ഉറങ്ങിയോ? ഓക്കെ, ക്ലിയർ. ഇല്ല ആൾക്കാരൊക്കെ ഒന്ന് എനർജി ആയിട്ട് പറയാട്ടോ. ഓക്കെ, അപ്പൊ ക്ലിയർ. അപ്പൊ for a radioactive material the half life is 10 minutes. Okay, half life എന്ന് പറഞ്ഞാൽ 10 minutes ആണ്. T-half എന്ന് പറഞ്ഞാൽ 10 minutes ആണ്. Okay, initially there are 600 number of nuclei. N0 എന്ന് പറഞ്ഞാൽ 600 ആണ്. Okay, the time taken for the disintegration of 450 nuclei. അപ്പൊ 450 nuclei ആവണമെങ്കിൽ n എന്ന് പറഞ്ഞാൽ എന്താണ്? n എന്ന് പറഞ്ഞാല് N0 minus N dash ആണ്. Okay, that is
600 150 ആയതായിരിക്കും നമ്മുടെ n അല്ലെ. അപ്പൊ 600 മൈനസ് 450 സോറി 600 450 ആയതായിരിക്കും നമ്മുടെ n എന്ന് പറഞ്ഞാൽ. അപ്പൊ n എന്ന് പറഞ്ഞാൽ എന്താണ്? n എന്ന് പറഞ്ഞാൽ 150. n എന്ന് പറഞ്ഞാൽ 150. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? The time taken for the disintegration of 450. 600 450 ആവാൻ എടുത്ത ടൈം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. 600 450 ആവാൻ എടുത്ത ടൈം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഓൾറെഡി ഇക്വേഷൻ അറിയാം. n by n0 റേറ്റ് ഓഫ് ആക്ടിവിറ്റി n by n0 is equal to 1 by 2 raised to n ആണ് അല്ലെ. 1 by 2 raised to n ആണ് നമുക്കറിയാം. n-നെയും t ഹാഫിനെയും നമ്മുടെ ക്യാപിറ്റൽ ടിനെയും ഹാഫ് ലൈഫിനെയും ബന്ധിപ്പിക്കുന്ന ഇക്വേഷൻ എന്താണ്? t is equal to n t half ആണ് അല്ലെ. t is equal to n t half ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? n എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ T ഡിവൈഡഡ് ബൈ t half. ക്യാപിറ്റൽ T ഡിവൈഡഡ് ബൈ t half ആണ് അല്ലെ. അപ്പൊ 1 by 2 ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ T ഡിവൈഡഡ് ബൈ t half. Capital N by N0 is equal to capital T divided by T half ആണ്. Capital T divided by T half. Okay. അപ്പൊ നോക്കിയേ, നമ്മുടെ ഇനീഷ്യലി നമ്മുടെ കയ്യിൽ എത്ര നമ്പർ ഓഫ് ന്യൂക്ലിയൈ ഉണ്ടായിരുന്നു? നമുക്ക് 150 ആയിരുന്നു. n എന്ന് പറഞ്ഞാൽ നമുക്ക് 150 എന്ന് കിട്ടി അല്ലെ. n എന്ന് പറഞ്ഞാൽ 150 എന്ന് കിട്ടി. ദാറ്റ് ഈസ് n എന്ന് പറഞ്ഞാൽ n by n0 equal to നോക്കിയേ, n by n0 equal to 1 by 2 capital T divided by t half ആണ്. അപ്പൊ n എന്ന് പറഞ്ഞാൽ എത്രയാണ്? 150 നമുക്ക് കിട്ടി അല്ലെ. 150 divided by n0 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ നമ്പർ ഓഫ് ന്യൂക്ലിയൈ ആണ് n0, അത് 600 അല്ലെ. 600 equal to 1 by 2 raised to t by t half. t by t half. t by t half എന്ന് പറഞ്ഞാൽ എത്രയാണ്? t by t half എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 minutes അല്ലെ. t by t half എന്ന് പറഞ്ഞാൽ 10 minutes ആണ്. 10 minutes. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 150 by 600 ആണെങ്കിൽ 1 by 4 എന്ന് എഴുതിക്കൂടെ? 1 by 4 divided by 1 by 2 into t by 10. t by 10 അല്ലെ. അപ്പൊ 1 by 4 ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? 1 by 2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഈക്വൽ ടു 1 by 2 ഹോൾ റേസ് ടു t by 10. അപ്പൊ 2 is equal to t by 10 ആണ്. t is equal to 20 minutes. t equal to 20 minutes. Clear? Clear? നമ്മൾ എന്താ ചെയ്തത്? നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ഇനീഷ്യലി നമ്മളെടുത്ത 600 നമ്പർ ഓഫ് ന്യൂക്ലിയൈ ഉണ്ട്. അത് 450 ആവാൻ എടുത്ത ടൈം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. യെസ്, 20 നമ്മുടെ ഓപ്ഷനിലുണ്ട്. സി ആണ് റൈറ്റ് ആൻസർ. 450 ആവാൻ എടുത്ത ടൈം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ നമുക്കറിയാം n by n0 is equal to 1 by 2 raised to n ആണ്. അപ്പൊ n by n0 എന്ന് പറഞ്ഞാൽ n എന്ന് പറഞ്ഞാൽ 150 ആണ്. ഓക്കെ, നമ്പർ ഓഫ് ന്യൂക്ലിയൈ അൺഡീക്കേഡ് n എന്ന് പറഞ്ഞാൽ 150 ആണ്. 150 ഡിവൈഡഡ് ബൈ n0 is the initial number of nuclei. 150 by 600 equal to 1 by 2. n എന്ന് പറഞ്ഞാൽ t by capital T by t half ആണ് അല്ലെ. അപ്പോ നമ്മൾ തന്ന വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമുക്കിനി ക്യാപിറ്റൽ T അല്ലേ മക്കളെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 1 by 4നെ 1 by 2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ t by 10 is equal to 2 ആണ് അല്ലെ. t by 10 നമ്മൾ ഈ പവർ മാത്രം ഈക്വൽ ആക്കാം. t by 10 is equal to 2 ആണ്. ക്യാപിറ്റൽ T is equal to അപ്പൊ എന്ത് വരും? 10 into 2 20 minutes. ക്ലിയർ ആണോ? അംന, അമീർ, നൈറ്റിംഗേൽ എല്ലാവർക്കും ക്ലിയർ ആണോ മക്കളെ? കിട്ടിയോ? t is equal to 20 minutes കിട്ടിയോ? ക്ലിയർ ആണോ? ഓക്കെ, t is equal to 20 minutes. ഓപ്ഷൻ ക്ലിയർ ആണ്. നമ്മുടെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ കേട്ടോ. നമ്മുടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ. Radioactive material A has a decay constant 8 lambda and material B has decay constant lambda. Initially, they have same number of nuclei. After what time the ratio of number of nuclei of material B to that A will be 1 by E. Okay? Clear.
the radioactive material and decay constant എന്ന് പറയുന്നത് നമുക്കറിയാം n is equal to number of nuclei left undecayed ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പൊ number of nuclei left undecayed എന്ന് പറഞ്ഞാൽ നമുക്കറിയാം n equal to n0 e raised to minus lambda t ആണ് നമുക്കറിയില്ലേ. number of nuclei left undecayed in the sample എന്ന് പറഞ്ഞാല് n0 e raised to minus lambda t ആണ് അല്ലെ. n is equal to n0 e raised to minus lambda t ആണ്. അപ്പോ n is equal to na is equal to എന്താണ് na is equal to എത്രയാണ് n0 e raised to minus 8 lambda t 8 lambda t. b ന്റെ decay constant എന്താണ് lambda ആണ് അല്ലേ. nb is equal to n0 e raised to minus lambda t minus lambda t ആണ്. ഇനീഷ്യലി അവർക്ക് സെയിം നമ്പർ ഓഫ് ന്യൂക്ലിയൈ ആണ്, അതുകൊണ്ടാണ് നമ്മൾ രണ്ടുപേർക്കും n0 എന്ന് കൊടുത്തത്. ഓക്കെ, after what time the ratio of number of nuclei of material B to that of A will be 1 by E. അപ്പോ n0 e raised to minus lambda t divided by nb by na അല്ലേ. n0 e raised to minus 8 lambda t n0 e raised to minus 8 lambda t divided by n0 e raised to minus lambda t is equal to 1 by e ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം minus 8 lambda t plus n0 cancel ആയി e raised to minus 7 lambda t is equal to e raised to minus 1. അപ്പോ e raised to minus 7 lambda t എന്ന് പറയുന്നത് e raised to 7 lambda t equal to minus 1 ആണെങ്കിൽ 7 lambda t is equal to 1 ആയിരിക്കും. t is equal to നമുക്ക് എന്ത് കിട്ടി 1 by 7 lambda. t is equal to 1 by 7 lambda. നമ്മുടെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പൊ എന്താണ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലേ. നമ്മൾ രണ്ട് ഇക്വേഷൻ, രണ്ട് നമ്പർ ഓഫ് ന്യൂക്ലിയൈ ലെഫ്റ്റ് അൺഡീക്കേഡ് എഴുതുക. നമ്മൾ എന്ത് ചെയ്താൽ മതി, രണ്ട് നമ്പർ ഓഫ് ന്യൂക്ലിയൈ ലെഫ്റ്റ് അൺഡീക്കേഡ് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി, ഡിവൈഡ് ചെയ്തിട്ട് കമ്പയർ ചെയ്യാം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഓപ്ഷൻ ബി കിട്ടി 1 by 7 lambda. ഓക്കെ ഓക്കെ ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if radius of 27(3) aluminum nucleus is taken to be radius of aluminum, then the radius of tellurium 12553 nucleus is nearly. അപ്പോൾ റേഡിയസും മാസ് നമ്പറും തമ്മിലുള്ള റിലേഷൻ എന്തായിരുന്നു മക്കളെ? റേഡിയസും മാസ് നമ്പറും തമ്മിലുള്ള റിലേഷൻ എന്താണ്? r is equal to r0 a raised to 1 by 3 ആണെന്ന് അറിയില്ലേ? r equal to r0 a raised to 1 by 3 എന്നുള്ള റിലേഷൻ ഓർമ്മയുണ്ടോ? റേഡിയസും മാസ് നമ്പറും തമ്മിലുള്ള റിലേഷൻ ആണ് r is equal to r0 a raised to 1 by 3. അപ്പോ നോക്കിയേ, റേഡിയസ് ഓഫ് അലൂമിനിയം എന്ന് പറയുന്നത് എന്താണ്? റേഡിയസ് ഓഫ് അലൂമിനിയം എന്ന് പറയുന്നത് r0, മാസ് നമ്പർ ഇവിടെ എത്രയാ? മാസ് നമ്പർ is 27 whole raised to 1 by 3 അല്ലെ. 27 whole raised to 1 by 3. റേഡിയസ് ഓഫ് ടെലൂറിയം എന്ന് പറയുന്നത് r0 125 whole raised to 1 by 3. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ദ റേഡിയസ് ഓഫ് അലൂമിനിയം തന്നിട്ടുണ്ട്, then the radius of tellurium തന്നിട്ടുണ്ട്. ഇനി നോക്കിയേ, റേഡിയസ് ഓഫ് ടെലൂറിയം ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് അലൂമിനിയം എന്ന് പറയുന്നത് എന്ത് വരും? റേഡിയസ് ഓഫ് അലൂമിനിയം 27 divided by 125. r0 ഡിവൈഡ് ചെയ്യുമ്പോൾ ക്യാൻസൽ ആവും അല്ലെ. 125 whole raised to 1 by 3 എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? 3 by 5. 3 by 5. അപ്പൊ റേഡിയസ് ഓഫ് അലൂമിനിയം ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് ടെലൂറിയം എന്ന് പറയുന്നത്
3/5 ആണ്. ഓക്കെ, അപ്പൊ റേഡിയസ് ഓഫ് അലൂമിനിയം എന്ന് പറയുന്നത് എന്ത് വരും? റേഡിയസ് ഓഫ് അലൂമിനിയം എന്ന് പറയുന്നത് 5/3 റേഡിയസ് ഓഫ് ടെലൂറിയം അല്ലെ? 5/3 റേഡിയസ് ഓഫ് ടെലൂറിയം. നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ക്ലിയർ? ഓപ്ഷൻ ബി അല്ലേ കിട്ടുന്നത്? ഓപ്ഷൻ ബി അല്ലേ? ഓപ്ഷൻ ബി 5/3 റേഡിയസ് ഓഫ് ടെലൂറിയം അല്ല, സോറി, അലൂമിനിയം. Radius of tellurium is 5/3 radius of aluminium. Okay? Okay. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാസ് ഡിഫെക്ട് ഡെൽറ്റ എം എന്ന് പറഞ്ഞാല്, മാസ് ഡിഫെക്ട് ഡെൽറ്റ എം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു മക്കളെ? മാസ് ഡിഫെക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഡിഫെക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഡിഫെക്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ കയ്യിൽ 5 gram ഓഫ് പ്രോട്ടോണും 5 gram പ്രോട്ടോണും 5 gram ന്യൂട്രോണും ഉണ്ടെങ്കിൽ, 5 gram പ്രോട്ടോണും 5 gram ന്യൂട്രോണും ഉണ്ടെങ്കിൽ, 5 gram പ്രോട്ടോണും 5 gram ന്യൂട്രോണും ഉണ്ടെങ്കിൽ ഇത് കമ്പൈൻ ചെയ്ത് ഞാനൊരു ന്യൂക്ലിയസ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിന്റെ മാസ് എന്ന് പറയുന്നത് എത്ര കിട്ടില്ല? ഇതിന്റെ മാസ് എന്ന് പറയുന്നത് നമുക്ക് 10 കിട്ടില്ല. ഓക്കെ, 10 നമുക്ക് ഒരിക്കലും കിട്ടാൻ വേണ്ടി പോകുന്നില്ല. ഇതിന്റെ മാസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5 gram plus 5 gram പ്രോട്ടോണും 5 gram ന്യൂട്രോണും കൂടി ന്യൂക്ലിയസ് ആക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിന്റെ മാസ് എന്ന് പറയുന്നത് ഒരു 8 gram ഒക്കെ കിട്ടുള്ളൂ. ഓക്കെ, 8 gram ഒക്കെ കിട്ടുള്ളൂ. ബാക്കി 2 gram എന്ന് പറയുന്നത് എന്ത് സംഭവിക്കും? ബാക്കി 2 gram എന്ന് പറയുന്നത് എനർജി, 2 gram മാസ് എനർജി ആയിട്ട് പുറത്തേക്ക് പോകും. ഓക്കെ, 2 gram മാസ് എനർജി ആയിട്ട് പുറത്തേക്ക് പോകും. ഓക്കെ, ക്ലിയർ? അപ്പൊ ഈ മാസിലുള്ള, അതായത് ന്യൂക്ലിയോൺസിന്റെ മാസും ന്യൂക്ലിയസിന്റെ മാസും, അതായത് നമ്മുടെ പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും മാസും ന്യൂക്ലിയസിന്റെ മാസും തമ്മിലുള്ള ആ ഡിഫറൻസിനെയാണ് നമ്മൾ പറയാ മാസ് ഡിഫെക്ട്. ഓക്കെ, അപ്പൊ മാസ് ഡിഫെക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഓഫ് ന്യൂക്ലിയോൺസ് മൈനസ് മാസ് ഓഫ് ന്യൂക്ലിയസ്. ഓക്കെ, മാസ് ഓഫ് ന്യൂക്ലിയോൺസ് മൈനസ് മാസ് ഓഫ് ന്യൂക്ലിയസ് ആണ്. അപ്പൊ ന്യൂക്ലിയോൺസിന്റെ മാസ് എന്ന് പറയുന്നത്, ന്യൂക്ലിയോൺസിന്റെ മാസ് എന്ന് പറയുന്നത് എന്താണ്? ZMP plus A minus Z Mn minus Mx. ZMP എന്ന് വെച്ചാൽ Z into mass of proton. Okay, Z into atomic number into mass of proton plus A minus Z എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂട്രോൺസിന്റെ എണ്ണം into mass of neutron minus ന്യൂക്ലിയസിന്റെ മാസ്. ഓക്കെ, അതായത് Z എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാലേ, Z എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ്. Z എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺ into mass of proton plus A minus Z Mn minus Mx. ഓക്കെ, അപ്പൊ മാസ് ഡിഫെക്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായോ? ഇനി ബൈൻഡിങ് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞു മാസ് എന്ന് പറഞ്ഞാൽ കുറച്ച് എനർജി ആയിട്ട് നഷ്ടമാവുന്നു അല്ലെ? മാസ് എന്ന് പറഞ്ഞാൽ എനർജി ആയിട്ട് നഷ്ടപ്പെടുന്നു നമ്മൾ പറഞ്ഞു. ആ എനർജീനെയാണ് നമ്മൾ വിളിക്കുക ബൈൻഡിങ് എനർജി. ഓക്കെ, ആ എനർജീനെയാണ് നമ്മൾ വിളിക്കുക ബൈൻഡിങ് എനർജി. അപ്പൊ ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത് നമുക്ക് 9 മെഗാ ഇലക്ട്രോൺ വോൾട്ടിലാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ബൈൻഡിങ് എനർജി EB എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എം ഇൻറ്റു 931 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ചെയ്താൽ മതി. ഓക്കെ, ഡെൽറ്റ എം ഇൻറ്റു 931 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ചെയ്താൽ മതി. ഓക്കെ, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈൻഡിങ് എനർജി ഡിവൈഡഡ് ബൈ മാസ് നമ്പർ ആണ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ. ഓക്കെ, അപ്പൊ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സ്റ്റെബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ യൂസ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോണിന്റെയും മാസ് നമ്പറിന്റെയും ഗ്രാഫ് ഉണ്ട് അല്ലെ? അത് എന്തിനാണ്? ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോണും മാസ് നമ്പറും തമ്മിലുള്ള ഗ്രാഫ് സ്റ്റെബിലിറ്റി നോക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഓക്കെ. ഇനി നെക്സ്റ്റ് പഠിക്കാനുള്ള ആളായിരുന്നു ന്യൂക്ലിയർ ഫിഷനും ന്യൂക്ലിയർ ഫ്യൂഷനും. ഓക്കെ, അപ്പൊ ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞാല് ഒരു ന്യൂക്ലിയൈ ബ്രേക്ക് ആയി 2 ലൈറ്റർ ന്യൂക്ലിയൈ ആയി മാറുന്നതായിരുന്നു ന്യൂക്ലിയർ ഫിഷൻ. അതായത് സ്റ്റേബിൾ ആകാൻ വേണ്ടി മാസ് നമ്പർ കൂടിയ ആൾക്കാർ എന്ത് ചെയ്യും? ബ്രേക്ക് ആയിട്ട് 2 ലൈറ്റർ ന്യൂക്ലിയൈ ആയിട്ട് മാറും. ഇതിനായിരുന്നു നമ്മൾ വിളിച്ചത് ന്യൂക്ലിയർ ഫിഷൻ. ഓക്കെ, ന്യൂക്ലിയർ ഫിഷൻ. ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറഞ്ഞാല് മാസ് നമ്പർ കുറഞ്ഞ ആൾക്കാർ, മാസ് നമ്പർ കുറഞ്ഞ 2 പേര് കമ്പൈൻ ചെയ്ത് ഒരു വലിയ ബിഗ് ന്യൂക്ലിയൈ ആവുന്നതായിരുന്നു
ന്യൂക്ലിയർ ഫ്യൂഷൻ. ഓക്കെ, രണ്ട് വലിയ ആൾക്കാരായിട്ട് രണ്ട് ചെറിയ ആൾക്കാരെ കമ്പൈൻ ചെയ്ത് രണ്ട് വലിയ ആളായി മാറുന്നത്, ഒരു വലിയ ആളായി മാറുന്നതായിരുന്നു ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, a nucleus with mass number 240 breaks into two fragments of each with a mass number 120. അതായത് എക്സ് എന്ന് പറഞ്ഞ ന്യൂക്ലിയർ ഉണ്ട്, ഇതിന്റെ മാസ് നമ്പർ എന്താണ്? 240 മാസ് നമ്പർ ഉള്ള ഒരാൾ ബ്രേക്ക് ആയിട്ട് എന്തായി? A nucleus with mass number 240 breaks into two fragments each of mass number 120. രണ്ടാളായി, രണ്ടിന്റെ മാസ് നമ്പർ എന്താണ്? 120. രണ്ട് വൈ ആയി, രണ്ടിന്റെ മാസ് നമ്പർ 120 ആണ്. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഓഫ് അൺഫ്രാഗ്മെന്റഡ് ന്യൂക്ലിയർ എന്ന് പറയുന്നത് 7.6 ആണ്. ഓക്കെ, അപ്പൊ എക്സിന്റെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 7.6 ആണ്. ഓക്കെ, വൈൽ ഫ്രാഗ്മെന്റ് ബിന്റെ ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത്, ബിന്റെ ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത് എത്രയാണ്? ബൈൻഡിങ് എക്സിന്റെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ 7.6 ആണ്. വൈന്റെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറയുന്നത് 8.5 ആണ്. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറയുന്നത് 8.5 ആണ്. ഓക്കെ, 8.5 ആണ്. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ടോട്ടൽ ഗെയിൻ ഇൻ ബൈൻഡിങ് എനർജി. അപ്പൊ ടോട്ടൽ ഗെയിൻ ഇൻ ബൈൻഡിങ് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈൻഡിങ് എനർജി, ടോട്ടൽ ഗെയിൻ ഇൻ ബൈൻഡിങ് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈൻഡിങ് എനർജി ഓഫ് റിയാക്ടന്റ് മൈനസ്, സോറി, ബൈൻഡിങ് എനർജി ഓഫ് പ്രോഡക്റ്റ് മൈനസ് ബൈൻഡിങ് എനർജി ഓഫ് റിയാക്ടന്റ് അല്ലെ? ബൈൻഡിങ് എനർജി ഓഫ് പ്രോഡക്റ്റ് മൈനസ് ബൈൻഡിങ് എനർജി ഓഫ് റിയാക്ടന്റ്. അപ്പൊ നോക്കിയേ, ഇവിടെ 120 ഉള്ള എത്ര ആൾക്കാരുണ്ട്? 120 ഉള്ള 2 പേരുണ്ട് അല്ലെ? 120 ഉള്ള 2 പേരുണ്ട്. അപ്പൊ നമുക്ക് ബൈൻഡിങ് എനർജി, ഗെയിൻ ഇൻ ബൈൻഡിങ് എനർജി എന്ന് പറഞ്ഞാല് 120 ഇൻറ്റു എത്ര ഫ്രാഗ്മെന്റ്സ് ആയി? 2 എണ്ണായി അല്ലെ? ബൈൻഡിങ് എനർജി എത്രയാണ്? 8.5 മൈനസ് നമുക്ക് എന്ത് കിട്ടി? 8.5. പ്രോഡക്റ്റ്, സോറി, റിയാക്ടന്റിന്റെതോ 240 ഇൻറ്റു 7.6 ചെയ്യുമ്പോ എത്രയായിരിക്കും വരിക? എത്രയാണ് കിട്ടുന്നത്? ഓക്കെ, അതെങ്ങനെയാണ് കിട്ടുന്നത് അല്ലെ? ഓക്കെ, ഒരു മിനിറ്റ്, ഇപ്പൊ ഞാൻ ഇങ്ങനെ കാണിക്കാം. ഓക്കെ, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ആണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലെ മക്കളെ? നോക്കിയേ, the binding energy per nucleon of fragment, binding energy per nucleon എന്നല്ലേ തന്നിരിക്കുന്നത്. അപ്പൊ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ആണെങ്കിൽ നമുക്കറിയാം, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറഞ്ഞാൽ, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറഞ്ഞാൽ, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബൈൻഡിങ് എനർജി ഡിവൈഡഡ് ബൈ മാസ് നമ്പർ ആണ്. ഓക്കെ, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറഞ്ഞാൽ ബൈൻഡിങ് എനർജി ഡിവൈഡഡ് ബൈ മാസ് നമ്പർ ആണ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് എന്താ? ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ആണ്. അതായത് എക്സിന്റെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ആണ് 7.6 അല്ലെ? എക്സിന്റെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ആണ് 7.6. അപ്പൊ ബൈൻഡിങ് എനർജി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? 7.6 ഇൻറ്റു മാസ് നമ്പർ ചെയ്യണം അല്ലെ? അപ്പൊ 7.6 ഇൻറ്റു എക്സിന്റെ മാസ് നമ്പർ എത്രയാണ് ഇവിടെ? എക്സിന്റെ മാസ് നമ്പർ is 240. കിട്ടിയോ? അമ്മാനിക്ക് ക്ലിയർ ആയോ? എങ്ങനെയാണ് 7.6 ഇൻറ്റു 240 എന്ന് കിട്ടിയത്? ഗെയിൻ ഇൻ ബൈൻഡിങ് എനർജി കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ബൈൻഡിങ് എനർജി ഓഫ് റിയാക്ടന്റ് മൈനസ് ബൈൻഡിങ് എനർജി ഓഫ് പ്രോഡക്റ്റ് മൈനസ് ബൈൻഡിങ് എനർജി ഓഫ് റിയാക്ടന്റ് ആണ്. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറഞ്ഞാൽ ബൈൻഡിങ് എനർജി ഡിവൈഡഡ് ബൈ മാസ് നമ്പർ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 7.6. അപ്പൊ ബൈൻഡിങ് എനർജി ഇൻറ്റു ബൈൻഡിങ് എനർജി കിട്ടണമെങ്കിൽ 7.6 ഇൻറ്റു എ ചെയ്യണം ഇവിടെ. ഓക്കെ, ക്ലിയർ? ഓക്കെ, അപ്പൊ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 240, ഓക്കെ, 216 മെഗാ ഇലക്ട്രോൺ വോൾട്ട്, 216 മെഗാ ഇലക്ട്രോൺ വോൾട്ട് കിട്ടും. നമ്മുടെ ഓപ്ഷൻ ഡി ആണോ കിട്ടുന്നത്? 216 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണോ കിട്ടുന്നത്? നോക്കി, 216 ആണോ? യെസ്, ഓപ്ഷൻ ഡി 216 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ് നമ്മുടെ ആൻസർ. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the energy equivalent of 0.5 gram of substance, energy equivalent of 0.5 gram of substance എന്ന് പറഞ്ഞാൽ എത്രയാണ് എനർജി ഇക്വലന്റ്? എനർജി ഇക്വലന്റ് ഇക്വേഷൻ ആണ് E is equal to m into c square.
എനർജി ഈക്വലന്റിന്റെ ഇക്വേഷൻ ആണ് E is equal to m into c square അല്ലെ. അപ്പൊ 0.5 gram സബ്സ്റ്റൻസ് ആണെങ്കിൽ 0.5 into 3 into 10 raised to 8 whole square. 0.5 into 3 into 10 raised to 8 whole square. എത്രയാണ് കിട്ടുന്നത്? എത്രയായിരിക്കും കിട്ടുന്നത്? B ആണോ കറക്റ്റ്? ഏത് ക്വസ്റ്റ്യൻ ആണ്? നമ്മുടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഓക്കെ, ഇവിടെ ഓപ്ഷൻ ഡി ആണ്. 216 ആണ് കേട്ടോ മോളെ കിട്ടുക. ഓക്കെ, അപ്പോ 4.5 into 10 raised to 60. നമ്മുടെ ഓപ്ഷൻ ഇവിടെ എത്ര വരും? 0.5 into 15. 3 square എന്ന് പറഞ്ഞാൽ എന്താണ്? 15. 3 square എന്ന് പറഞ്ഞാൽ എന്താണ്? 15 ആണ് അല്ലെ. അപ്പോ 15 into 5 4.5 into 10 raised to 16. നമ്മുടെ ഓപ്ഷൻ ഏതാണ് വരിക? ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ഈസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് കേട്ടോ റൈറ്റ് ആൻസർ. 3 സ്ക്വയർ ഇല്ലേ? 3 സ്ക്വയർ 9 ഉണ്ട്. 9 into 0.5 അപ്പൊ എന്താ? 4.5 അല്ലേ? ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ? ഓക്കെ, okay. Fusion reaction takes place at high temperature because fusion reaction high temperature ലാണ് നടക്കുക. Because എന്താണ്? Fusion reaction high temperature ൽ നടക്കാനുള്ള കാരണം എന്താണ് മക്കളെ? Fusion reaction high temperature ലാണ് നടക്കുക. എന്താണ് ആൻസർ? Kinetic energy is high enough to overcome the Coulomb repulsion. അല്ലെ? Right, correct answer ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. കാരണം നമുക്കറിയാം ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാല് 2 ഹൈഡ്രജൻ കമ്പൈൻ ചെയ്യണം അല്ലെ. 1H1 കമ്പൈൻ ചെയ്തിട്ട് ഡ്യൂട്ടീരിയം ആവണം അല്ലെ. അപ്പൊ ഈ ഡ്യൂട്ടീരിയം ആവണമെങ്കിൽ ഇവർ രണ്ടുപേരും പോസിറ്റീവ് ചാർജ് ആണ്. അപ്പൊ ഇവർ രണ്ടുപേരും പോസിറ്റീവ് ആകുമ്പോൾ ഇവരുടെ ഇടയിൽ എന്തുണ്ടാവും? സ്ട്രോങ് കുളം റിപ്പൽഷൻ ആയിരിക്കും അല്ലെ. അപ്പൊ ഇവരുടെ ഇടയിൽ സ്ട്രോങ് കുളം റിപ്പൽഷൻ ആയിരിക്കും. അപ്പൊ ഈ റിപ്പൽഷനെ ഓവർകം ചെയ്തുകൊണ്ട് ഇവർ കമ്പൈൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം മക്കളെ? നമ്മൾ ഹൈ എനർജി വേണം. ഈ റിപ്പൽഷനെ ഇലക്ട്രോസ്റ്റാറ്റിക് കുളം റിപ്പൽഷനെ ഓവർകം ചെയ്യുന്ന രീതിയിൽ നല്ല എനർജി ഉണ്ടായാലാണ് ഇവർക്ക് കമ്പൈൻ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ നല്ലോണം കൂട്ടിക്കൊടുക്കും അല്ലെ. സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ നല്ലോണം കൂട്ടിക്കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? നല്ലോണം കൂട്ടിക്കൊടുക്കുമ്പോൾ ഇവര് കമ്പൈൻ ചെയ്യും. ഓക്കെ, ഹൈ ടെമ്പറേച്ചർ അതായത് കൈനറ്റിക് എനർജി എന്താ സംഭവിക്കുക? ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ കൈനറ്റിക് എനർജി കൂടും. യെസ്, കറക്റ്റ്. എന്താണ് ഇത് വരിക? എ ന്യൂക്ലിയസ് XAZ ഹാസ് മാസ് നമ്പർ റെപ്രസെന്റഡ് ബൈ MAZ if MP and Mn one second. If MP and Mn denotes the mass number of proton and neutron respectively. If the binding energy proton respectively. If MP and Mn denote the mass of proton and neutron respectively. The and binding energy. Okay. So binding energy എത്രയാണ് കിട്ടുന്നത് നോക്കിയേ. ബൈൻഡിങ് എനർജി എത്രയാണ് കിട്ടുക? ബൈൻഡിങ് എനർജി എത്രയാണ് മക്കളെ കിട്ടുക? നമുക്ക് എത്രയാണ് കിട്ടുക? നമ്മൾ ഇപ്പൊ പഠിച്ചിട്ടല്ലേ ഉള്ളൂ. എന്തായിരുന്നു? മാസ് ഓഫ് ന്യൂക്ലിയോൺസ് മൈനസ് മാസ് ഓഫ് ന്യൂക്ലിയസ്. മാസ് ഓഫ് ന്യൂക്ലിയോൺസ് മൈനസ് മാസ് ഓഫ് ന്യൂക്ലിയസ്. ഓപ്ഷൻ ബി ആണോ നോക്കട്ടെ. ZMP plus A minus ZMN minus. Yes, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ അല്ലെ. മാസ് ഓഫ് ന്യൂക്ലിയോൺസ് മൈനസ് മാസ് ഓഫ് ന്യൂക്ലിയസ് ഇൻറ്റു C square. ബൈൻഡിങ് എനർജി EB എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽറ്റ M ഇൻറ്റു C square ആണ് അല്ലെ. ഡെൽറ്റ M ഇൻറ്റു C square ആണ്. ഓക്കെ, ക്ലിയർ? ഓക്കെ, അപ്പൊ നമ്മുടെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഇനി നമുക്ക് DKയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ടൈമില്ല. ഓക്കെ, അപ്പൊ നോക്കിയേ. എ റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസ് AZX undergoes spontaneous decay in the sequence. Okay, where Z is the atomic number of element X, the possible decay particle in the sequence. Okay, അപ്പൊ മക്കളെ ആൽഫ ഡീകേ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽഫ ഡീകേ എന്ന് പറഞ്ഞാൽ ഹീലിയത്തിന്റെ ഒരു ന്യൂക്ലിയസ് He24ന്റെ എമിഷൻ ആണ്
ആൽഫ ഡി കെ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ആൽഫ ഡി കെ എന്ന് പറഞ്ഞാൽ ഹീലിയത്തിന്റെ എമിഷൻ ആണ്. ഓക്കെ, അപ്പൊ നോക്കേ, എക്സ് എ സെഡ് എന്ന് പറഞ്ഞ ഒരു എലമെന്റ് ആൽഫ ഡി കെ നടത്തുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? He2 പുറത്തു പോകും. നമുക്കറിയാം ഒരു ആൽഫ ഡി കെ, ബീറ്റ ഡി കെ, ഗാമ ഡി കെ എന്തെങ്കിലും ഒരു ഡി കെ നടക്കുകയാണെങ്കിൽ എപ്പോഴും അറ്റോമിക് നമ്പറും മാസ് നമ്പറും കൺസേർവ് ചെയ്യണം. ഓക്കെ, എപ്പോഴും അറ്റോമിക് നമ്പറും മാസ് നമ്പറും നമ്മൾ കൺസേർവ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ y എന്ന് പറഞ്ഞ എക്സ് എന്ന് പറഞ്ഞ ഡോട്ടർ ന്യൂക്ലിയസ് ഉണ്ടാവും, എക്സ് എന്ന് പറഞ്ഞ പാരന്റ് ന്യൂക്ലിയസ് ഉണ്ടാവും, കൂടെ ഒരു ഹീലിയം ന്യൂക്ലിയസ് ഉണ്ടാവും, പിന്നെ ആരുണ്ടാവും? y എന്ന് പറഞ്ഞിട്ടുള്ള ഡോട്ടർ ന്യൂക്ലിയസും ഉണ്ടാവും അല്ലെ. അപ്പൊ ഇവിടെ എന്ത് വരും? ഇവിടെ ഡോട്ടർ ന്യൂക്ലിയസിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് Z-2ഉം മാസ് നമ്പർ എന്ന് പറയുന്നത് A-4ഉം ആയിരിക്കും. ഓക്കെ, A-4ഉം ആയിരിക്കും. ഓക്കെ, ഇനി ബീറ്റ ഡി കെ എന്ന് പറയുന്നത് രണ്ടെണ്ണം ഉണ്ട്. ഓക്കെ, ബീറ്റ പ്ലസും ഉണ്ട്, ബീറ്റ മൈനസും ഉണ്ട്. ബീറ്റ പ്ലസും ഉണ്ട്, ബീറ്റ മൈനസും ഉണ്ട്. ബീറ്റ മൈനസ് ഡി കെ ആണെങ്കിൽ എന്താ സംഭവിക്കുക? എക്സ് എ സെറ്റ് എന്ന് പറയുന്ന ഒരു ന്യൂക്ലിയായി ബീറ്റ മൈനസ് ഡി കെ ആണ് നടക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ബീറ്റ മൈനസ് ഡി കെ ആണെങ്കിൽ y എന്ന് പറഞ്ഞ ന്യൂക്ലിയസിന് Z+1 ആവും അറ്റോമിക് നമ്പർ. ഓക്കെ, മിസ് ടിപ്സ് മാത്രമേ പറയുന്നുള്ളൂ, ഫുൾ റിയാക്ഷൻ ഇപ്പൊ പറയുന്നില്ല കേട്ടോ. ഫുള്ള് പറയുന്നില്ല, അതിന് എന്ത് ചെയ്യാം, നമുക്ക് വൺ ഷോട്ടോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം. ഫുള്ള് പറയുന്നില്ല കേട്ടോ, ജസ്റ്റ് ഇവിടെ അറ്റോമിക് നമ്പറിലും മാസ് നമ്പറിലും ഉള്ള വ്യത്യാസം മാത്രം നോട്ട് ചെയ്യാം. ബീറ്റ മൈനസ് ഡി കെ ആണെങ്കിൽ അറ്റോമിക് നമ്പർ Z എന്നുള്ളത് Z+1 ആവും, മാസ് നമ്പറിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ബീറ്റ പ്ലസ് ഡി കെ ആണെങ്കിൽ എക്സ് എ സെഡ് എന്ന് പറഞ്ഞ ഡോട്ടർ ന്യൂക്ലിയസ് ആയിരിക്കും, പാരന്റ് ന്യൂക്ലിയസ് ആയിരിക്കും. ഡോട്ടർ ന്യൂക്ലിയസിന് അറ്റോമിക് നമ്പർ എന്നുള്ളത് Z എന്നുള്ളത് Z-1 ആവും. പാരന്റ് ന്യൂക്ലിയന്റെ മാസ് നമ്പറിൽ യാതൊരു ചേഞ്ചും ഇല്ല. ഓക്കെ, ഇനി ഗാമ ഡി കെ ആണെങ്കിൽ അറ്റോമിക് നമ്പറിനും മാസ് നമ്പറിനും നോ ചേഞ്ച്. അറ്റോമിക് നമ്പറിനും മാസ് നമ്പറിനും നോ ചേഞ്ച്. ഓക്കെ, അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് മനസ്സിൽ വെച്ചിട്ട് പറഞ്ഞേ ഏതായിരിക്കും ആൻസർ നോക്കിയേ. എക്സ് എ സെഡ് ആണ് നമ്മളെ എലമെന്റ്. ബീറ്റ ഇവിടെ അറ്റോമിക് നമ്പർ എന്തായി? Z എന്നുള്ളത് Z-1 ആയി. അപ്പൊ Z-1 ആവണമെങ്കിൽ അത് ഏത് ഡി കെയാ? ബീറ്റ പ്ലസ് ഡി കെ അല്ലെ, ബീറ്റ പ്ലസ് ഡി കെ. ഇനി Z-1 എന്നുള്ളത് Z-3 ആവണമെങ്കിൽ അത് ഏത് ഡി കെയാ മക്കളെ? Z-1 Z-3 ആകണമെങ്കിൽ ബീറ്റ പ്ലസ് ബീറ്റ പ്ലസ്. Z-1 Z-3 ആവണമെങ്കിൽ Z-1 -2 അല്ലേ Z-3 അല്ലേ? അപ്പൊ അതെന്ത് ഡി കെയാ? ആൽഫ ഡി കെ അല്ലെ, ആൽഫ ഡി കെ. ഇനി Z-3 Z-2 ആവണമെങ്കിൽ -3 + 1 വരണം അല്ലെ. Z-3 + 1 ആവണം. ഇവിടെ Z-3 ആണ്, അത് Z-2 ആണെങ്കിൽ Z-3 + 1 വരണ്ടേ. അപ്പൊ എന്ത് ഡി കെ ആണ്? ബീറ്റ മൈനസ് ഡി കെ. നമ്മുടെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ഈസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പൊ നമ്മുടെ ആൽഫ ഡി കെ എന്നും ബീറ്റ ഡി കെ എന്നും ഗാമ ഡി കെ എന്നും ഈ ടൈപ്പ് കുറേ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? ഇതേപോലെ അറ്റോമിക് നമ്പറും മാസ് നമ്പറും കൺസേർവ് ചെയ്യുന്ന രീതിയിൽ അറ്റോമിക് നമ്പറും മാസ് നമ്പറും എഴുതി കൊടുക്കുക. ഓക്കെ, അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? നല്ലപോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ഇന്ന് ചെയ്ത പോലത്തെ കുറേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് നീറ്റിനൊക്കെ പഠിക്കുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നമ്മൾ ക്ലാസ് നിർത്തുകയാണ്. അപ്പോൾ താങ്ക് യു.